നമസ്കാരം. നിങ്ങളൊരു ഗൾഫ് മലയാളിയാണോ അതോ എന്നെയൊക്കെ പോലെ തന്നെ നിങ്ങളുടെ ബന്ധുക്കാരും റിലേറ്റീവ്സും ഗൾഫ് കൺട്രീസ് ഉള്ളവരാണോ? ഈ പറയുന്ന ലേറ്റസ്റ്റ് വാർത്ത, ഫ്ലൈറ്റ് ക്യാൻസലേഷൻ, അല്ലെങ്കിൽ പറയുന്ന പോലെ ഓരോരോ സ്ഥലങ്ങളിൽ ചില കത്തി വരുന്നു, മിസൈൽ കാണുന്നു, കത്തിപ്പടരുന്നു എന്നുള്ള വാർത്തകൾ കേട്ട് ചെറുതായിട്ട് ഭയപ്പെടുന്നുണ്ടോ? എന്താണ് ഈ സംഭവം എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും സുഹൃത്തുക്കൾക്കെല്ലാം ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഇവിടെ സെൻസേഷനലിസം അല്ല, നേരെ മറിച്ച് ഗോസിപ്പും അല്ല, നേരെ മറിച്ച് ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇൻഫർമേഷനും അനാലിസിസും ആണ്. വെൽക്കം ടു ദ ബിഗ് പിക്ചർ മലയാളം. നിങ്ങളുടെ ഹോസ്റ്റ് ശ്രീകാന്ത് ഗോപകുമാറിനോടൊപ്പം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു അറിയിപ്പ്. ചാനൽ വളർന്നു വരുന്നേ ഉള്ളൂ. ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. സ്വാഭാവികമായിട്ടും ലൈറ്റിംഗ് അഥവാ ഓഡിയോയിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ റിസർച്ചിൽ പോരായ്മ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക. നിങ്ങൾ എന്നെ സപ്പോർട്ടിങ് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ആദ്യം ടോപ്പിക്കിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, GCC കൺട്രീസ് അറ്റാക്കിലല്ല, ദേ ആർ നോട്ട് അണ്ടർ ത്രെറ്റ്. അപ്പൊ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ചോദ്യം, ത്രെറ്റ് അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന പോലെ മിസൈലുകൾ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ആകാശത്തോടെ മിസൈൽ കാണുന്ന ഈ വീഡിയോസ് ഒക്കെ നമ്മൾ കാണുന്നത് ഫേക്ക് ആണോ എന്നുള്ളതാണ്. സബ്ർ കറോ സബ്രോം കി ജിന്ദഗി ഖതി ഖതം ഹുതി എന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടുള്ളതല്ലേ, പേടിക്കണ്ട, ഞാൻ പറയാം അതിലേക്ക്. സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇറാനിന്റെ മറുപടി ഈ പറയുന്ന പോലെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അറ്റാക്കിന് ഈസ് ടു എന്താ പറയുക, ഒരു ഗറില്ല വാർഫെയർ ടാക്ടിക് എന്ന് പറയാം. അതായത് അമേരിക്കന്റെ സപ്ലൈ ചെയിൻ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓൾറെഡി സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് അവർ ബ്ലോക്ക് ചെയ്തതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടില്ല എന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക. അതിനുപരി ഈ പറയുന്ന പോലെ അമേരിക്കൻസിന് അവർക്ക് ഈ പറയുന്ന പോലെ വളരെ ബേസിക്കുകളുണ്ട് ഈ ഗൾഫ് കൺട്രീസിൽ. ഞാൻ ഈ പറയുന്ന പോലെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ ലാപ്ടോപ്പിലേക്ക് നോക്കുകയാണ്. ഉദാഹരണത്തിൽ അവരുടെ 5th ഫ്ലീറ്റ് ഇൻ ബഹ്റൈനിലുണ്ട്, ഓർ അൽ ഉദൈദ് ഇൻ ഖത്താർ. ഇതൊക്കെ എന്ന് പറയുന്നത് മേജർ എക്കണോമിക് ഹബ്സ് ആണ് അമേരിക്കയെ സംബന്ധിച്ച്. അപ്പൊ ഇവരെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇറാനിന്റെ ഉദ്ദേശം. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ബേസുകൾ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടാവുന്ന ഒരു തരത്തിലുള്ള ഒരു സപ്പോർട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാം എന്നുള്ളത് തന്നെയാണ്. അപ്പോ ഇറാൻ പറയുന്നത്, മക്കളെ നിങ്ങൾ എന്നെ ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബേസ് എവിടെയുണ്ടോ അത് ഞാൻ ടാർഗറ്റ് ചെയ്തിരിക്കും, അല്ലാണ്ട് ചുമ്മാ മിണ്ടിയും പറഞ്ഞിരിക്കില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോ ഈ പറയുന്ന പോലെ ഫ്ലൈ സോൺസ് ഒക്കെ ഈ പറയുന്ന ആൾക്കാരുടെ മേലിൽ കൂടിയാണ് പോകുന്നത്. ഗൾഫ് കൺട്രീസ് ആയതുകൊണ്ട് യു സീ ദ മിസൈൽസ്. അപ്പൊ ഈ മിസൈൽസ് നിങ്ങൾ കാണുന്നു, അതിന്റെ ഇമേജുകൾ നിങ്ങൾ കാണുന്നു. അതുകൊണ്ട് ഇമേജ് ഒക്കെ ഒത്തന്റിക് ആണ്, വീഡിയോസ് ഒക്കെ ഒത്തന്റിക് ആണ്, അതിലല്ല പ്രശ്നമായിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തിനീ കത്തുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ കാണുന്നത്? എന്താണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ? ഇവിടെയാണ് രസകരമായ ഒരു കാര്യം. അതായത് ഈ പറയുന്ന കത്തുന്ന സാധനങ്ങളൊക്കെ ഡെബ്രി ആണ്, മിസൈൽ ഡെബ്രീസ് ആണ്. അതായത് അവരുടെ മിസൈലുടെ അവശിഷ്ടങ്ങൾ. അതിന്റെ അർത്ഥം ഇറാൻ ഇടുന്ന മിസൈലുകൾ സക്സസ്ഫുള്ളി ഇന്റർസെപ്റ്റ് ചെയ്തു. ഇന്റർസെപ്റ്റ് ചെയ്തത് സ്വാഭാവികമായിട്ടും ഗൾഫ് രാജ്യങ്ങളുടെ എയർ സ്പേസിലായതുകൊണ്ട് ഇതിൽ പൊട്ടിത്തെറിയുന്ന ഡെബ്രി വന്നു വീഴുന്നത് സ്ഥലങ്ങളാണ്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഈ ഡെബ്രി എന്ന് പറയുന്ന ചെറിയ ചെറിയ ഡെബ്രീസ് അല്ല, വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെറ്റൽ ഫംഗ്ഷനുകളൊക്കെ ഉള്ള, അതിനകത്ത് ഇനിയും ചെറിയ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഐറ്റംസ് അവിടെ ഇവിടെ ഉള്ളതുകൊണ്ട് സ്ഥലത്ത് വീഴുമ്പോൾ ഉണ്ടാവുന്ന ഈ പറയുന്ന കത്തിപ്പടരുന്ന സാധനങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പഴയ മഹാഭാരതം സീരിയൽ, രാമായണ സീരിയലൊക്കെ കാണുമ്പോൾ ഇവിടെ അമ്പ് വിടുന്നു, ഇവിടെ നിന്ന് അമ്പ് വരുന്നു, അങ്ങനെ കട്ടുന്ന രണ്ടും പൊടിഞ്ഞു പോകണം, അന്നത്തെ ലെവൽ CGI എന്ന് ആലോചിക്കുമ്പോഴത്തേക്കും സെയിം കോൺസെപ്റ്റ്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞത് അത്രയ്ക്ക് എളുപ്പമല്ല. കാരണം ഇതിന്റെ ഡെബ്രി, ഈവൻ ദോ അത് തകർത്തെങ്കിലും ഇതിന്റെ ഡെബ്രി വന്ന് വീഴുമ്പോൾ ഉണ്ടാവുന്ന ഡേഞ്ചർ ആണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, GCC കൺട്രീസ് ഇസ് നോട്ട് അണ്ടർ അറ്റാക്ക്. അതുകൊണ്ട് പാനിക് ചെയ്യരുത്. അതാണ് എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത്. ഡു നോട്ട് പാനിക്. ഇത് പാനിക് ചെയ്യേണ്ട ഒരു സമയമല്ല. ഈവൻ ദോ ഈ പറയുന്ന പോലെ പാസഞ്ചേഴ്സ് ആയാലും ഷോർട്ട് ടേം ടൂറിസ്റ്റുകളായാലും കുറെ പേര് സ്ട്രാൻഡഡ് ആണെന്നുണ്ടെങ്കിൽ തന്നെയും ഫ്ലൈറ്റ്സ് ഒരുപാട് പകുതി റെസ്യൂം ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്റെ സുഹൃത്ത് തന്നെ, അവന്റെ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്നത് ഇപ്പൊ UK വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 6 മണിക്കൂറോളം ഡിലേ വന്നു. ബട്ട് ഹി ഈസ് ഗോയിങ് ടു ദുബായ്, അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പൊ ഫ്ലൈറ്റ്സ് ആർ സ്ലോലി ഗെറ്റിംഗ് റെസ്യൂം. പക്ഷെ ദുബായ് ഇസ് എ മേജർ ഹബ്. പോരാത്തതിന് ഗൾഫ് കൺട്രീസ് ആർ മേജർ ഹബ്. അപ്പൊ അതുകൊണ്ട് നമ്പർ ഓഫ് ഫ്ലൈറ്റ്സ് പറയുന്ന പോലെ അത്രത്തോളം ഓപ്പറേഷണൽ ആവുന്നില്ല. ഇവരെന്താ ചെയ്യുന്നത്? ഇവർ പ്രയോറിറ്റൈസ് ചെയ്യാണ്. ആദ്യമേ ബുക്ക് ചെയ്ത ആൾക്കാർക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ടൂറിസ്റ്റുകൾക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്രയോറിറ്റൈസ് ചെയ്തിട്ടാണ് ഇവർ ആൾക്കാരെ ഇങ്ങോട്ട് ഇറക്കി വിടുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു സമയം എടുക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ 1 ലക്ഷം ട്രാൻസ്പോർട്ട് നടക്കുന്ന ഒരു ദിവസത്തിൽ 5000 10,000 വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താവുമ്പോൾ ഈ 1 ലക്ഷത്തിലേക്ക് എത്താനായിട്ടൊരു സമയം വേണം. ആ സമയമാണ് ഇപ്പോൾ പറയുന്ന പോലെ ഇന്റർനാഷണൽ എയർപോർട്ടുകളെല്ലാം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഡോണ്ട് പാനിക്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെറുതെ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ടെൻഷൻ അടിക്കുകയും ഗൾഫ് രാജ്യങ്ങളിലുള്ളവരെയും വിളിച്ച് ടെൻഷൻ അടിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമല്ല. മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
ഇറാൻ ഇസ് നോട്ട് ത്രെറ്റനിങ് GCC കൺട്രീസ്. GCC കൺട്രീസ് അണ്ടർ ത്രെറ്റിലല്ല. അൺഫോർച്ചുനേറ്റ്ലി അമേരിക്കൻ ബേസുകൾ ഒരുപാട് GCC കൺട്രീസിൽ ഉള്ളതുകൊണ്ട് അത് ടാർഗറ്റ് ചെയ്യപ്പെടുകയാണ്. ആൻഡ് ദീസ് ആർ ടാർഗറ്റഡ് ബൈ ഇറാനിയൻ മിസൈൽസ്, ഇന്റർസെപ്റ്റഡ് ബൈ അമേരിക്കൻ കൗണ്ടർ മിസൈൽസ്. മിസൈൽസിനെ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ, ആൻഡ് പ്രത്യേകിച്ച് ഇറാനിന്റെ ഷാഹിദ് മിസൈൽ എന്താണ്, അതിന്റെ പ്രത്യേകത എന്നാണ് അറിയുന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. അതിനെക്കുറിച്ച് ഞാൻ കമന്റിലിടുകയാണ്. പിന്നെ പോരാത്തതിന് നമ്മുടെ ഗവൺമെന്റ് പ്രത്യേകിച്ച് നോർക്ക ഹെൽപ്പ് ലൈൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഇൻഫർമേഷൻ, വിവരങ്ങൾ അറിയണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നോർക്ക ഹെൽപ്പ് ലൈൻ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ആ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാൻ. ആൻഡ് പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ സാങ്കേതികൾ ഒരുമാതിരി വാട്സാപ്പ് വീഡിയോ കോൾസ് ഒന്നും ചെയ്യാൻ പറ്റാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിൽ കുറെ സ്ഥലത്ത് വാട്സാപ്പ് വീഡിയോ കോളുകൾ അലൗഡ് അല്ല. ന്യൂസ് കേൾക്കുമ്പോൾ പരിഭ്രമിക്കരുത്. കാരണം മലയാളികൾ മാത്രമല്ല ഗൾഫ് കൺട്രീസിലുള്ളത്, പല രാജ്യങ്ങളിലെ പല ആൾക്കാരും ഗൾഫ് കൺട്രീസിലുണ്ട്. അവരുടെ സുരക്ഷ എല്ലാവർക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഇറാനിന് അറിയാം, എന്തെങ്കിലും തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ ഗൾഫ് കൺട്രി സാധാരണക്കാർക്കെതിരെ വന്നു കഴിഞ്ഞാൽ അമേരിക്കയും ഇസ്രായേലും മാത്രമല്ല അവരെ വിമർശിക്കാൻ പോകുന്നത്, മറ്റു രാജ്യങ്ങളും അതിൽ ഇടപെടും. അതുകൊണ്ട് സിവിലിയൻസിന്റെ സുരക്ഷ എല്ലാവർക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഇമ്പോർട്ടൻസ് വെച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഫ്രണ്ട്ലി ഫയറിൽ പെട്ടുപോകുന്ന കേസുകളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഡു നോട്ട് പാനിക്. എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ വെയിറ്റ്. നിങ്ങൾ ഒരു ഇൻഫർമേഷൻ വീഡിയോയിൽ കണ്ടു, അപ്പൊ തന്നെ ഫോൺ വിളിച്ചു, ഫോൺ എടുക്കുന്നില്ല, പാനിക്കായി തീർന്ന് ടെൻഷൻ അടിച്ച് വെയിറ്റ് ചെയ്യൂ. അവർ തീർച്ചയായിട്ടും നിങ്ങളെ വിളിക്കുന്നതായിരിക്കും, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഇരുന്നുകൊണ്ട് പാനിക് ചെയ്തുകൊണ്ട് ഒരാൾക്കും ഒരു ഗുണകരമായിട്ട് ചെയ്യുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് നോക്കുന്നുണ്ടാ, ഇടയ്ക്ക് വാട്സാപ്പിന് മെസ്സേജ് റെസ്പോണ്ട് വന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് വേണ്ട. ചിലപ്പോൾ അവരുടെ ഫോൺ ബാറ്ററി തീർന്നതായിരിക്കും. അത്രേ ഉള്ളൂ. സോ ഡു നോട്ട് പാനിക്. ഓക്കെ, തീർച്ചയായും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. ഷെയർ ദിസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ ബിഗ് പിക്ചർ മലയാളം. നിങ്ങളുടെ ഹോസ്റ്റ് ശ്രീകാന്ത് ഗോപകുമാറിനോടൊപ്പം. ബൈ.